രുചിക്കൂട്ട്. പലതരത്തിലുള്ള സ്റ്റാർച്ചുകൾ നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അരി, മൈദ, അതുപോലെ തന്നെ കൂവപ്പൊടി, ഇതൊക്കെ അതിൽ വരും. പക്ഷേ അത്ര പ്രചാരത്തിലില്ലാത്തതാണ് കപ്പപ്പൊടിയും അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും. ഇനി നമുക്ക് കപ്പ പൊടി ഉപയോഗിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു പലഹാരം, ഭംഗിയുള്ള ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ശർക്കര എടുത്ത് പാനിയാക്കിയതിന് ശേഷം അത് ഇത്തിരി വെള്ളമൊഴിച്ച് നീട്ടിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കപ്പപ്പൊടി എടുത്ത് കലക്കിയെടുക്കാം. വളരെ തിന്നായിട്ടുള്ള ഒരു മിശ്രിതം മതി. അങ്ങനെ പാകത്തിന് മധുരമുണ്ടോ എന്ന് മാത്രം നോക്കുക. ഇത്തിരി ഒരു നുള്ളു ഉപ്പ് ഇടുക. എന്നിട്ട് ഒരു അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ ഒരു നല്ല പാത്രം എണ്ണമയം തേച്ചതിന് ശേഷം ഒരു തവി ഇതിലേക്ക് ഒഴിച്ച് അതൊന്ന് ഉറച്ചു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ അടുത്ത തവി ഒഴിക്കുക, പിന്നെ അടുത്തത്, അങ്ങനെ ഒരു ലെയറായിട്ട് 5, 6, 7, 8 ലെയറായിട്ട് എടുത്തതിന് ശേഷം അവസാനത്തെ ലെയറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെള്ള എള്ളും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതറിയാം, ഡ്രൈ ചെയ്തിട്ടുള്ള ചിരവിയ തേങ്ങ, അതും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ വിതറിയിട്ടതിന് ശേഷം തണുത്തിട്ട് കട്ട് ചെയ്ത് സ്ലൈസായിട്ട് കഴിക്കുക. ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ബട്ട് യമ്മി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. അപ്പം അങ്ങനെ രുചികരവും ആരോഗ്യപൂർണവുമായ ഒരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കുന്നു. പുതിയ പുതിയ വിഭവങ്ങളുമായി ഈ ഒരു പുതുവർഷം നമുക്കിങ്ങനെ ഒന്നിച്ചിരിക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.